ഹായ് എല്ലാവർക്കും വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്പെക് വാല്യൂ SSLC. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്രൂഷ്യലായിട്ടൊരു ചാപ്റ്ററാണ് അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്റീരിയസ് അഥവാ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. വളരെ ടഫ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കണ്ടൻറ്റുകളുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ടോണം, നല്ല രീതിയിൽ എല്ലാവരും അത് യൂസ്ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്തണം. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് DNA. ഓക്കെ, DNAയും RNAയും നമ്മുടെ ജനിതക ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ന്യൂക്ലിക് ആസിഡുകളാണ് DNA ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് കേട്ടോണം. DNAയുടെ പ്രത്യേകത പറയുന്നത് ഡബിൾ ഹെലിക്കൽ മോഡൽ സ്ട്രക്ചർ ഓഫ് DNAയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ. ഡിസ്കവേർഡ് ബൈ ഇത് കണ്ടെത്തുന്നത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കോ, വട്ടനും കിറുക്കനും. ചുമ്മാ പറഞ്ഞാണ്, കറക്റ്റ് ആരാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കണ്ടെത്തിയ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ഇത് വളരെ വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ DNA എന്ന് പറഞ്ഞാൽ, ഓരോ DNA സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സ്ട്രാൻഡുകൾ കൊണ്ട്, രണ്ട് ഇഴകൾ കൊണ്ടാണ്. ഡബിൾ സ്ട്രാൻഡ്, രണ്ട് സ്ട്രാൻഡ്. ആൻഡ് ഈച്ച് സ്ട്രാൻഡ് ഇസ് കമ്പോസ്ഡ് ബൈ, ഓരോ ഇഴകളും നിർമ്മിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. ആൻഡ് റങ്സ് വിത്ത്, പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസസുകൾ കൊണ്ടാണ്. ഇതാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ആരുടെ? വാട്സന്റെയും ക്രിക്കിന്റെയും. ഓരോ DNA സ്ട്രാൻഡ് എടുക്കുമ്പോഴും അതിൽ 1 മോളിക്യൂൾ ഓഫ് DNA എടുക്കും. ഓരോ DNA മോളിക്യൂൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഫോസ്ഫേറ്റും ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും ഉണ്ടാകും. ഇതിന് മൂന്നിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്. ആ ന്യൂക്ലിയോടൈഡ് കാണാതെ പഠിക്കണേ. യെസ്,